ഉടുക്കാൻ മാത്രമല്ലേ, കെട്ടിത്തൂക്കാൻ ഇതൊക്കെ തന്നെ മതി. ഇതൊക്കെ എന്താടി വിചാരിച്ച ഞാൻ പൊട്ടനാണെന്നോ? എല്ലാം മറക്കുന്നോ? ഇനി ജീവിക്കണ്ടെന്നുള്ളത് എന്റെ തീരുമാനമാണ്. അതെപ്പോ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഞാൻ നടത്തും. ഇപ്പൊ നീ ചിന്തിക്കുന്നത് അമ്മയെ കുറിച്ചല്ലേ? അതെ 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 അതെ, അമ്മയെ കുറിച്ചാ. ഏട്ടനെ പറ്റി അമ്മയ്ക്ക് മുമ്പേ സംശയമുണ്ടല്ലോ. അപ്പോ ഇതൊക്കെ അമ്മയോട് പറയും. അമ്മയോട് പറയുന്നത് നല്ല കാര്യമോ? പക്ഷേ അമ്മയോട് നീ പറഞ്ഞു കഴിഞ്ഞാ ആദ്യം നീ കാണാൻ പോകുന്നത് നീ പ്രസവിച്ച മകനില്ലേ ആദി, അവൻ ചത്തു കിടക്കുന്നതായിരിക്കും. അവന്റെ അടുത്തിരുന്ന് നീ അലമുറയിട്ട് കരയുമ്പോ നിനക്ക് പ്രിയപ്പെട്ട ഓരോരുത്തരെയായി ഞാൻ നിന്റെ കൺമുമ്പിലിട്ട് കൊല്ലും. ആലോചിച്ച് തീരുമാനിച്ചോ, നീ ഒരുത്തി മരിക്കുന്നതാണോ അതോ നീ കാരണം ഈ കുടുംബത്തിലുള്ളവരെ എല്ലാവരും മരിക്കുന്നതാണോന്ന്? മറക്കണ്ട, ജോത്സ്യം കുറിച്ച അതേ മുഹൂർത്തം നിന്റെ മരണമുഹൂർത്തം. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങളുടെ നാട്ടിലെ ഈ രണ്ട് വീട്ടിലെ രണ്ട് പുരുഷന്മാരുമായിട്ട് ഒരു സ്ത്രീ ബന്ധം സ്ഥാപിച്ച എന്ത് പേരാ വിളിക്ക? വീണേ, എനിക്ക് നിന്റെ ഈ സംസാരം കേൾക്കാൻ സമയമില്ല. അവിടെ നാളത്തെ കല്യാണത്തിന്റെ തിരക്ക. ഈ നേരത്ത് എന്നെ നീ ഉപദ്രവിക്കരുത്. നിനക്ക് മാത്രമല്ലല്ലോ തിരക്ക്, എനിക്കും ഉണ്ട്. എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നോട് സംസാരിക്കുമ്പോഴേ എന്താ നിന്റെ ഒരു ചങ്കൂറ്റം? പുണ്യവതിയായ ഒരു പെണ്ണിനെ പോലെയല്ലേ എന്നോട് സംസാരിക്കുന്നത്. ജീവനെ വിവാഹം കഴിച്ച് ഹരിയുടെ കൂടെ ജീവിക്കുന്നു, തിരിച്ചു വന്ന് ജീവന്റെ കൂടെ നാട് കറങ്ങാൻ പോകുന്നു. അങ്ങനെ ഒരുത്തിയുടെ പേരാടി ഞാൻ ചോദിച്ചത്. വീണ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത്. എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന ഒരു ദിവസം നാളെ. അതിനൊരു കളങ്കം നീ ആയിട്ട് ഉണ്ടാക്കരുത്. അതിനൊരു കളങ്കം ഞാനായിട്ടുണ്ടാക്കുന്നത് എന്തിനാ? സത്യത്തിലേ അവള് പ്രസവിച്ച കുഞ്ഞ് മനുവിന്റെ കുഞ്ഞ് തന്നെയാണോ? വീണേ, അല്ല, അതുകൊണ്ടാ നിനക്ക് ഇത്ര ദേഷ്യം വരുന്നത്. ഞാൻ അഴിഞ്ഞാടി നടന്നതിന്റെ കഥകള് നീയും നിന്റെ അമ്മായിയമ്മയൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലോ. എന്നിട്ട് ജ്യോതി അഴിഞ്ഞാടി നടന്നത് അറിഞ്ഞില്ലേ രണ്ടുപേരും? മനുവിന്റെ കൂട്ടുകാര് ഒരാളൊന്നുമല്ലല്ലോ, കുറച്ചധികം പേരുണ്ടായിരുന്നല്ലോ.
എല്ലാവരുടെയും കൂടെ അവൾക്ക് ഇടപാടുണ്ടായിരുന്നു. വീണേ, ഇതിന് മീതെ നീ എന്തെങ്കിലും പറഞ്ഞ പറയൂടി. മനുവിന്റെ കൂട്ടുകാരനെ അവൾക്ക് ഗർഭം ഉണ്ടാക്കി അങ്ങ് ചത്തു. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഒരു കഥയങ്ങ് മെനഞ്ഞുണ്ടാക്കി. മനുവാണ് ജ്യോതിയുടെ കുഞ്ഞിന്റെ അച്ഛനെന്ന്. പൊസിഷൻ സബ് കളക്ടർ ആണെങ്കിലും ആ പൊട്ടൻ അതും അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ നടക്കുന്ന കല്യാണം അല്ലടി ഇത്. എന്റെ അച്ഛനും ഹരിക്കും സമ്പത്തുണ്ടെന്നറിഞ്ഞപ്പോ നീ ഹരിയുടെ കൂടെ പൊറുക്കാൻ തയ്യാറായി. അതുപോലെ കുടുംബം ഒന്നിച്ചിരുന്നങ്ങ് ആലോചിച്ച് ഒരു സബ് കളക്ടറെ അങ്ങ് കുപ്പിയിലും ആക്കി. ജോത്സ്യം വന്ന് കുറിച്ചതേ നിന്റെ കല്യാണത്തിനുള്ള മുഹൂർത്തമല്ല, നിനക്ക് ചാകാനുള്ള മുഹൂർത്തം. ഇനി ജീവിക്കണ്ടെന്നുള്ളത് എന്റെ തീരുമാനം. അതെപ്പോ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഞാൻ നടത്തും. ഈശ്വരൻ, എന്താ ചെയ്യേണ്ടത്? ഞാൻ മിണ്ടിയാലും ഇല്ലെങ്കിലും ആപത്താ. ദൈവമേ, എന്താ മോളെ?